ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കാറ്റത്തെ കിളിക്കൂടിന്റെ വരാനിരിക്കുന്ന ഒരു എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. സുഭാഷിന്റെയും ചാന്ദ്രിയുടെയും കല്യാണം നടത്താനായി തീരുമാനിക്കുകയാണ് അവിനാശും കിളിക്കൂട്ടിലുള്ളവരും. അതിനായി ഇൻവിറ്റേഷൻ കാർഡ് അടിക്കുകയും ഡ്രസ് എടുക്കുകയൊക്കെയാണ്. നികേഷിന്റെ അരികിലേക്ക് വന്ന സുധീഷ് ചോദിക്കുന്നു, എടാ നീ എന്തായി ചെയ്യുന്നേ? അപ്പൊ നികേഷ് പറയണ, സുധീഷ് ഏട്ടാ എന്റെ ഫ്രണ്ട്സിന് ആർക്കൊക്കെ ഇൻവിറ്റേഷൻ കാർഡ് കൊടുക്കണമെന്ന് എഴുതി വെക്കുകയാണ്. ഇത് കേട്ട് സുധീഷ് ചോദിക്കണ, നിന്റെ ഫ്രണ്ട്സിന് ഓരോരുത്തർക്കും ഓരോ ഇൻവിറ്റേഷൻ കാർഡ് വെച്ച് കൊടുക്കാൻ ആദ്യം സുധീഷ് ഏട്ടാന്ന് നികേഷ് പറയുമ്പോൾ സുധീഷ് പറയണ, എടാ എല്ലാവർക്കും കൂടി ഒരു ഇൻവിറ്റേഷൻ കാർഡ് കൊടുത്താ പോരെ? അവൻ നികേഷ് പറയണ, അവരെ മാത്രം വിളിക്കാനാണെങ്കിൽ ഒരു ഇൻവിറ്റേഷൻ കാർഡ് മതി, പക്ഷെ അവരുടെ ഫാമിലിയും വിളിക്കണ്ടേ, അപ്പൊ ഓരോരുത്തർക്കും കൊടുക്കണ്ടേ ഇൻവിറ്റേഷൻ കാർഡ്? ഇത് കേട്ട് സുധീഷ് പറയണ, എടാ ഹരീഷേ ഇവൻ ആളെ കൂട്ടാൻ നോക്കുക. ഇത് കേട്ട് ഹരീഷ് പറയുന്നു, എടാ നികേഷേ 50 പേരെ കുറിച്ച് ഞങ്ങൾ ഇതുവരെ ചിന്തിച്ചിട്ടുള്ളൂ, ഇപ്പൊ നിന്റെ ഭാഗത്തുനിന്ന് തന്നെ 100 പേരിൽ കൂടുതൽ കാണുമെന്ന് തോന്നുന്നല്ലോ, അപ്പൊ അവരെ വിളിക്കണ്ടേന്ന് നികേഷ് ചോദിക്കുമ്പോൾ ഹരീഷ് പറയണ, ശരി നീ കൊടുക്ക്, നിന്റെ സൈഡിൽ നിന്ന് എത്ര പേര് വരുമെന്ന് എനിക്ക് നേരത്തെ തന്നെ ലിസ്റ്റ് തരണം. അവിടേക്ക് വന്ന നിധിയോട് നികേഷ് പറയണ, എടുത്തി എന്റെ ഫ്രണ്ട്സിന്റെ പേരെല്ലാം എഴുതി വെച്ചിട്ടുണ്ട്, സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വല്ലതും ഉണ്ടോ എന്ന് നോക്കണേ. അത് നോക്കി നിധി പറയുന്നു, എല്ലാം കറക്റ്റ് ആടാ, നീ കോളേജ് പഠിക്കുന്നല്ലേ, ഇനിയും സ്പെല്ലിങ്ങിന് ഡൗട്ടോ? അപ്പൊ നികേഷ് പറയണ, ഏട്ടത്തി മലയാളികളുടെ പേരല്ലേ എഴുതുന്നത്, അതുകൊണ്ടാ ചോദിച്ചേ. അവിടേക്ക് വന്ന സുഭാഷ് ചോദിക്കുന്നു, നിങ്ങൾ എന്തായി ചെയ്യുന്നത്? അപ്പൊ നിധി പറയണ, ക്ഷണക്കത്ത് കൊടുക്കേണ്ടവരുടെ ലിസ്റ്റ് എഴുതുകയായിരുന്നു സുഭാഷ് ഏട്ടാ, ഇതൊന്നും വേണ്ടായിരുന്നു എന്ന് സുഭാഷ് പറയുമ്പോൾ സുധീഷ് ചോദിക്കണേ, എന്ത് വേണ്ടായിരുന്നു എന്ന്? സുഭാഷ് ഏട്ടൻ ഇത്രയും മാത്രം ചെയ്താൽ മതി, കല്യാണത്തിന് വന്ന് പെണ്ണിന്റെ കഴുത്തിൽ താലി കെട്ടണം, ബാക്കി കാര്യങ്ങളെല്ലാം ഞങ്ങൾ നോക്കിക്കോളാം. നികേഷ് പറയണ, സുഭാഷ് ഏട്ടാ കല്യാണം സുഭാഷ് ഏട്ടന്റെ ആണെങ്കിലും അഭിപ്രായം പറയാനുള്ള അവകാശമില്ല, അങ്ങനെയല്ലേ സുധീഷ് ഏട്ടാ? അതേന്ന് സുധീഷ് പറയുമ്പോൾ സുഭാഷ് പറയണ, ആർക്കൊക്കെ ഇൻവിറ്റേഷൻ കാർഡ് കൊടുക്കുന്നുണ്ട്? അപ്പൊ ഹരീഷ് പറയണ, അറിയാവുന്നവർക്കും ഫ്രണ്ട്സിനും ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പൊ സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ ആരൊക്കെ സുഭാഷ് ഏട്ടന്റെ കല്യാണം നടക്കില്ല എന്ന് പറഞ്ഞാൽ കളിയാക്കിയിട്ടുണ്ട്, അവർക്കെല്ലാം അന്വേഷിച്ചു പിടിച്ച ഇൻവിറ്റേഷൻ കാർഡ് കൊടുക്കണം. എന്തിനാണ് അതൊക്കെയെന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയണ, അങ്ങനെ വേണം സുഭാഷ് ഏട്ടാ. ഹരീഷ് ചോദിക്കുന്നു, സുധീഷ് ഏട്ടാ നമ്മൾ തറവാട്ടമ്പലത്തിൽ പോയപ്പോൾ അവിടെ നമുക്കിപ്പോ ഉണ്ടായിരുന്ന മണിച്ചേട്ടന് ഇൻവിറ്റേഷൻ കാർഡ് കൊടുത്തോ? അപ്പൊ സുധീഷ് പറയണം, മണിച്ചേട്ടൻ ഇവിടെങ്ങും ഇല്ലെന്ന്, സ്വന്തം നാട്ടിലേക്ക് പോയിരിക്കുകയാണെന്ന്, ഞാൻ ഫോണിൽ ഇൻവിറ്റേഷൻ അയച്ചിട്ടുണ്ട്, കല്യാണത്തിന് വരാൻ പറ്റില്ല, മറ്റൊരു ദിവസം വീട്ടിലേക്ക് വരാന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയും വേറെ ആരെ വിളിക്കാനുള്ളത്? നീതുവിന്റെ വീട്ടുകാരെ വിളിച്ചു. നിധിയുടെ അച്ഛനും അമ്മയും ക്ഷണിച്ചാലോ? ഞാൻ ക്ഷണിക്കാമെന്നാ വിചാരിച്ചെന്ന് നിധി പറയുമ്പോൾ സുധീഷ് പറയണ, നിനക്ക് ഓക്കെ ആണെങ്കിൽ പറ, ഇപ്പൊ തന്നെ നമുക്ക് പോയി ക്ഷണക്കത്ത് കൊടുക്കാം. സുഭാഷ് പറയുന്നു, അതെ മോളെ അവരെയും വിളിക്കാം. ഇത് കേട്ട് നിധി ആലോചിച്ച് നിൽക്കുമ്പോൾ സുധീഷ് പറയണ, അയ്യോ വേണ്ട. എന്താടാന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയണ, ഞാൻ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്തു നോക്കിയതാ, അവരെ വിളിക്കണ്ട, എന്നെ ട്രാപ്പിലാക്കി നിധിയെ അവിടെ നിർത്താൻ ശ്രമിച്ചാൽ ഞാൻ എന്ത് ചെയ്യും? വേണമെങ്കിൽ ഫോണിൽ ഫോട്ടോ എടുത്ത് അയക്കാം. നിധി എന്താ പറയുന്നേ? വേണ്ട സുധീഷ് എന്ന് നിധി പറയുമ്പോൾ സുധീഷ് സമാധാനത്തോടു കൂടി ഇരിക്കുകയാണ്. അവിടേക്ക് വന്ന ഭാസ്കരൻ പറയുന്നു, എന്റെ ചേട്ടനും എന്റെ പെങ്ങൾക്കും ക്ഷണക്കത്ത് കൊടുക്കാൻ മറക്കരുത്. അവരെ എന്തിനാ വിളിക്കുന്നതെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഹരീഷ് പറയണ, അവരെ നിങ്ങൾക്ക് ഇഷ്ടമല്ലല്ലോ, ഞങ്ങൾ വിളിക്കാന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ വേണ്ടാന്ന് പറയുന്നല്ലേ, പിന്നിപ്പോ എന്താ? അപ്പൊ സുധീഷ് പറയണ, അവരെ ഒന്നും വിളിക്കണ്ട. അപ്പൊ ഭാസ്കരൻ പറയണ, എടാ അവരല്ലേ പറഞ്ഞത് എന്റെ മോന്റെ കല്യാണം നടക്കില്ലെന്ന്, ഇപ്പം നാട്ടുകാരെയും വീട്ടുകാരെയും ഒക്കെ വിളിച്ച് സുഭാഷിന്റെ കല്യാണം നടക്കുമ്പോൾ അവരെ ക്ഷണിക്കണ്ടേ? എനിക്ക് അവർക്ക് ക്ഷണക്കത്ത് കൊടുത്തേ പറ്റൂ. മോളെ ഒരെണ്ണം ഇങ്ങെടുക്ക്. നിധി ഒരു ഇൻവിറ്റേഷൻ കാർഡ് എടുത്തു കൊടുക്കുമ്പോൾ ഭാസ്കരൻ ചോദിക്കുന്നു, മോളെ ഒന്നെന്ന് ചോദിച്ചാൽ ഒന്നേ തരത്തുള്ളൂ, ഒരു 4-5 തരില്ലേ? അതാർക്കാണെന്ന് സുധീഷ് ചോദിക്കുമ്പോൾ ഭാസ്കരൻ പറയുകണേ, എന്റെ ഫ്രണ്ട്സിന്, അവർക്ക് കൊടുക്കണ്ടേ? അവര് കല്യാണത്തിന് വന്ന് അനുഗ്രഹിക്കണ്ടേ? ഇത് കേട്ട് സുധീഷ് തലയിൽ കൈവച്ചിരിക്കുമ്പോൾ മോൾ ഇങ്ങോട്ട് താന്ന് പറഞ്ഞ് നിധിയുടെ കയ്യിൽ നിന്നും ഇൻവിറ്റേഷൻ കാർഡ് വാങ്ങിച്ച് അവിടെ വന്ന് പോവുകയാണ് ഭാസ്കരൻ. സുഭാഷ് ചോദിക്കുന്നു, നിധി ഞാൻ ഒരാളെ ക്ഷണിക്കട്ടെ? അപ്പൊ നികേഷ് ചോദിക്കണ, ആരെയാ സുഭാഷ് ഏട്ടാ? ചാന്ദിനി ഏട്ടത്തിയാണോ? ഏട്ടത്തിയെ വിളിച്ചില്ലെങ്കിലും വേട്ടത്തി വരും. അപ്പൊ സുഭാഷ് പറയണ, ചാന്ദിനിയല്ല സുനന്ദയെ വിളിക്കട്ടെ എന്നാ ഞാൻ ചോദിച്ചേ. ഇത് കേട്ട് എല്ലാവരും പുഞ്ചിരിച്ച് തലയാട്ടുമ്പോൾ സുധീഷ് പറയണ, ഞാൻ വിചാരിച്ചു എന്താ സുഭാഷ് ഏട്ടൻ ഇതുവരെ എക്സിന്റെ ഓർമ്മ വരാത്തെന്ന്. അപ്പൊ സുഭാഷ് പറയണ, അങ്ങനെയൊന്നും ഇല്ലടാ, എന്റെ കല്യാണം നടക്കണമെന്ന് സുനന്ദ ഒരുപാട് ആഗ്രഹിച്ചതാ, അതാ ഞാൻ സുനന്ദയെ വിളിക്കാന്ന് പറഞ്ഞത്. അപ്പൊ നികേഷ് പറയണ, സുധീഷ് ഏട്ടാ എന്താണെങ്കിലും അത് സുഭാഷ് ഏട്ടന്റെ ആദ്യ പ്രണയമല്ലേ, സുഭാഷ് ഏട്ടൻ അത് മറക്കാൻ പറ്റുമോ? എടാ മിണ്ടാതിരിക്കടാന്ന് സുഭാഷ് പറയുമ്പോൾ നിധി നികേഷ് എന്ന് വിളിക്കുകയാണ്. ശരി ഏട്ടത്തി എന്ന് പറഞ്ഞ നികേഷ് കുരുങ്ങിയിരിക്കുന്നു. നിധി പറയുന്നു, സുഭാഷ് ഏട്ടാ സുനന്ദയെ വിളിക്ക്. ഇത് കേട്ട് സന്തോഷത്തോടു കൂടി സുഭാഷ് സുനന്ദയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് ചോദിക്കുന്നു, ഹലോ സുനന്ദേ സുഖമായിട്ടിരിക്കുന്നോ? സന്തോഷത്തോടു കൂടി സുനന്ദ പറയുന്നു, സുഭാഷ് ഏട്ടാ ഞാൻ സുഖമായിട്ടിരിക്കുന്നു. സുഭാഷ് ഏട്ടന് സുഖമാണോ? ഞാനും സുഖമായിട്ടിരിക്കുന്നെന്ന് സുഭാഷ് പറയുമ്പോൾ എല്ലാവരും പുഞ്ചിരിച്ച മുഖത്തോട് മുഖം നോക്കുകയാണ്. സുനന്ദ ചോദിക്കുന്നു, സുഭാഷ് ഏട്ടാ സുഭാഷ് ഏട്ടൻ വെറുതെ ഒന്നും എന്നെ വിളിക്കില്ലെന്ന് എനിക്കറിയാം, എന്തോ വിശേഷം ഉണ്ടെന്ന് തോന്നുന്നല്ലോ. അപ്പൊ സുഭാഷ് പറയണ, വിശേഷമുണ്ട്, അടുത്ത വെള്ളിയാഴ്ച എന്റെ കല്യാണമാണ്. ഇത് കേട്ട് സന്തോഷത്തോടു കൂടി സുനന്ദ പറയുന്നു, സൂപ്പർ സുഭാഷ് ഏട്ടാ, ആരാ പെണ്ണ്? അല്ലെങ്കിൽ വേണ്ട ഞാൻ തന്നെ പറയാം, അന്ന് നമ്മുടെ കൂടെ തറവാട്ടമ്പലത്തിൽ വന്ന ആ ഹിന്ദിക്കാരി പെണ്ണാണോ? ഇത് കേട്ട് സുഭാഷ് പറയുന്നു, അതെ സുനന്ദേ ആ കുട്ടിയാ, പേര് ചാന്ദിനി. സുനന്ദ പറയുന്നു, സന്തോഷം സുഭാഷ് ഏട്ടാ, ഞാൻ ഉറപ്പായിട്ടും കല്യാണത്തിന് വരും. ഇത് കേട്ട് സുഭാഷ് പറയണ, ശരി സുനന്ദേ വീട്ടിൽ എല്ലാവരെയും വിളിച്ചുകൊണ്ട് വേണം വരാൻ. ഇത് കേട്ട് സുനന്ദ പറയുന്നു, ശരി ഞാൻ ഉറപ്പായിട്ടും
എല്ലാവരെയും കൂട്ടിക്കൊണ്ടുവരാം. ശരി എന്ന് പറഞ്ഞ സുഭാഷ് സന്തോഷത്തോടു കൂടി ഫോൺ കട്ട് ചെയ്യുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, എന്താ സുഭാഷ് ഏട്ടാ, പഴയ കാമുകി കല്യാണത്തിന് വരാന്ന് പറഞ്ഞു. അപ്പൊ സുഭാഷ് പറയണ, സുനന്ദ വരുമ്പോൾ എക്സ് അത് ഇതെന്നൊന്നും പറയല്ലേ, തെറ്റിദ്ധരിക്കും. ഇത് കേട്ട് നിധി സുധീഷ് എന്ന് വിളിക്കുമ്പോൾ ഇനി ഞാനൊന്നും പറയുന്നില്ല എന്ന് പറയുകയാണ് സുധീഷ്. സുഭാഷ് അകത്തേക്ക് പോകുമ്പോൾ നികേഷ് പറയണ, ഇത്രയൊക്കെ ആയിട്ടും ആദ്യ പ്രണയം സുഭാഷ് ഏട്ടൻ മറന്നിട്ടില്ല. തുടർന്ന് രാവിലെ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഒരുങ്ങുകയാണ് സുധീഷ്. പെർഫ്യൂം അടിക്കുന്നത് കണ്ട് ഹരീഷ് പറയുന്നു, മതി സുധീഷ് ഏട്ടാ, ഇതിന്റെ സ്മെല്ല് കാരണം കാറിൽ കയറുന്ന കസ്റ്റമേഴ്സ് ഒക്കെ ഇറങ്ങിപ്പോകും. ഇത് കേട്ട് സുധീഷ് ചോദിക്കണ, ഞാൻ നിന്നോട് പറഞ്ഞോ ഞാൻ ജോലിക്ക് പോവുകയാണെന്ന്? പിന്നെ സുധീഷൻ എവിടെ പോകുന്നതെന്ന് ഹരീഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയണ, ഒരു പ്രീ വെഡിങ് ഫോട്ടോഷൂട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടടാ, അതിന് റെഡി ആകുക. ഇത് കേട്ട് നികേഷ് ചോദിക്കുന്നു, പ്രീ വെഡിങ് ഫോട്ടോഷൂട്ടോ, ആർക്ക്? അപ്പൊ സുധീഷ് പറയണ, ഇവിടെ സുഭാഷ് ഏട്ടന്റെയും ചാന്ദിനിയുടെയും കല്യാണം അല്ലേ, അവർക്കാണ് ഫോട്ടോഷൂട്ട് റെഡിയാക്കിയിരിക്കുന്നത്. ഇതെന്ത് ചോദ്യോ? ഹരീഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടന്റെ ഫോട്ടോഷൂട്ടിന് സുധീഷ് ഏട്ടൻ എന്തിനാ കല്യാണ ചെറുക്കനെ പോലെ ഒരുങ്ങുന്നത്? അപ്പൊ സുധീഷ് പറയണ, അവരുടെ ഫോട്ടോഷൂട്ട് നടക്കുമ്പോൾ എനിക്കും ഫോട്ടോഷൂട്ട് നടത്താലോ, അതിനു വേണ്ടിയാ. അവിടേക്ക് വന്ന സുഭാഷ് ചോദിക്കുന്നു, എടാ സാമ്പാറും മുട്ടത്തോരനോ ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത്, അത് മതിയോ? ഹരീഷ് ചോദിക്കുന്നു, ഈ കോലത്തിലാണോ പ്രീ വെഡിങ് ഷൂട്ടിന് നിൽക്കുന്നത്? സുധീഷ് പറയുന്നു, സാമ്പാറും മുട്ടത്തോരനോ അത് കൊണ്ടുപോയി കളയുന്നുണ്ടോ, എന്നിട്ട് നന്നായിട്ട് ഒരുങ്ങി വാ. ഈ സമയം ചാന്ദിനി അവിടേക്ക് വരികയാണ്. സുഭാഷ് ചോദിക്കുന്നു, ചാന്ദിനി എന്തേ ഇത്ര രാവിലെ ഇങ്ങോട്ട് വന്നേ? ഞാനാ വരാൻ പറഞ്ഞെന്ന് സുധീഷ് പറയുമ്പോൾ സുഭാഷ് ചോദിക്കണ, നീ വരാൻ പറഞ്ഞെന്നോ, എന്തിനാടാ? അപ്പൊ നികേഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ പ്രീ വെഡിങ് ഫോട്ടോഷൂട്ട് ആണെന്ന്, ഫോട്ടോഗ്രാഫർ ഓൺ ദ വേ ആണെന്ന്, അതിനുവേണ്ടിയാ സുധീഷ് ഏട്ടൻ ഇങ്ങനെ ഒരുങ്ങുന്നത്. ഇത് കേട്ട് സുഭാഷ് ചോദിക്കുന്നു, ഓ നിനക്കും നിധിക്കും ഫോട്ടോഷൂട്ടാണോ? അതിനെന്തിനാടാ എന്നോട് ഡ്രസ്സ് മാറാൻ പറയുന്നേ? അപ്പൊ സുധീഷ് പറയണ, കൊച്ചു കുട്ടികളെ പോലെ ഇങ്ങനെ സംസാരിക്കാതെ സുഭാഷ് ഏട്ടാ, ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതല്ലേ, ഈ ഫോട്ടോഷൂട്ട് സുഭാഷ് ഏട്ടന് വേണ്ടിയാ, അതിനുവേണ്ടിയാ ചാന്ദിനിയോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞു. ചാന്ദിനി പറയുന്നു, സുധീഷ് ഭയ്യ പറഞ്ഞു ഫോട്ടോഷൂട്ട് ഉണ്ടെന്ന്, ഞാൻ സാരിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, സാരി എടുത്തോണ്ട് വന്നോന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുധീഷ് പറയണ, രണ്ടൂന്ന് ടൈപ്പിലുള്ള സാരി എടുത്തോണ്ട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചാന്ദിനി പറയുന്നു, സൗത്ത് ഇന്ത്യൻ രീതിയിലും നോർത്ത് ഇന്ത്യൻ രീതിയിലും ഒരുങ്ങാനുള്ള ഡ്രസ്സുകൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, നല്ലതെന്ന് സുധീഷ് പറയുമ്പോൾ സുഭാഷ് ചോദിക്കണേ, എന്തിനാടാ ഇതൊക്കെ? അപ്പൊ സുധീഷ് പറയുന്നു, കല്യാണം സിമ്പിൾ ആയിട്ടാണ് നടക്കുന്നത്, പക്ഷേ ഫോട്ടോഷൂട്ട് ഗ്രാൻഡ് ആയിട്ട് അങ്ങ് നടത്താം. തുടർന്ന് അവിടേക്ക് വരികയാണ് ഫോട്ടോഗ്രാഫർ. സുധീഷ് സന്തോഷത്തോടു കൂടി ഫോട്ടോഗ്രാഫറുമായി സംസാരിക്കുമ്പോൾ സുഭാഷ് ചോദിക്കുന്നു, എടാ ഞാൻ ഏത് ഡ്രസ്സ് എടുക്കുക? നാളെ കല്യാണത്തിന് ഇടുന്ന ഡ്രസ്സ് ഇട്ടാ മതിയോ, അല്ലെങ്കിൽ കല്യാണത്തിന് ശേഷം ഫോട്ടോ എടുത്താ പോരെ? അപ്പൊ നികേഷ് പറയണ, അപ്പൊ അത്രയും സമയമൊന്നും കിട്ടത്തില്ല സുഭാഷ് ഏട്ടാ, സുധീഷ് ഇപ്പൊ അറേഞ്ച് ചെയ്തില്ലേ? അപ്പൊ ഹരീഷ് പറയണ, സുധീഷ് ഏട്ടാ സുഭാഷ് ഏട്ടന്റെ കയ്യിലുള്ളത് 4 ഡ്രസ്സാ, അത് വെച്ച് ഫോട്ടോഷൂട്ട് നടത്താൻ പറ്റുമോ? ഇത് കേട്ട് സുധീഷ് പറയണ, ഇങ്ങനെ ചോദിക്കുമെന്ന് എനിക്ക് അറിയായിരുന്നു. ഒരു മിനിറ്റ് എന്ന് പറഞ്ഞ് സുധീഷ് ഒരു കോട്ടും സൂട്ടും ഒക്കെ എടുത്തോണ്ട് വരികയാണ്. സന്തോഷത്തോടു കൂടി നികേഷ് പറയുന്നു, കോട്ട് നന്നായിട്ടില്ലേന്ന് സുധീഷ് ചോദിക്കുമ്പോൾ നികേഷ് പറയണ, സൂപ്പർ ആയിട്ടുണ്ട് സുധീഷ് ഏട്ടാ, ഞാനൊന്ന് ഇട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞ നികേഷ് ആ കോട്ട് ഇട്ട് നോക്കുകയാണ്. സുഭാഷ് പറയുന്നു, നികേഷ് സൂപ്പർ ആയിട്ടുണ്ട് ചേട്ടാ, എന്റെ അനിയൻ ആദ്യമായിട്ട് കോട്ടൊക്കെ ഇട്ട് നിൽക്കുക, ഫോട്ടോ എടുക്ക്. നികേഷ് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുക്കുകയാണ്. ഫോട്ടോ കണ്ട് സുഭാഷ് പറയുന്നു, നികേഷ് സൂപ്പർ ആയിട്ടുണ്ട്. സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ മതി മതി, പോയി റെഡിയാക്. ഹരീഷ് നീയും കൂടി സുഭാഷ് ഏട്ടന്റെ ഒപ്പം ചെല്ല്, ഞാൻ പോയി ലൊക്കേഷനൊക്കെ നോക്കട്ടെ. ഫോട്ടോഗ്രാഫർ പ്ലീസ് ഫോളോ മീ. ഈ സമയം അവിടേക്ക് വന്ന നിധി ചാന്ദിനിയുമായി സംസാരിച്ചു നിൽക്കുമ്പോൾ വാ സുഭാഷ് ഏട്ടാ എന്ന് പറഞ്ഞ് സുഭാഷിനെയും കൂട്ടി റൂമിലേക്ക് പോവുകയാണ് ഹരീഷ്. നിധി ചോദിക്കുന്നു, ഇവിടെ എന്താ നടക്കുന്നത്? അപ്പൊ നികേഷ് പറയണ, സുഭാഷ് ഏട്ടന് പ്രീ വെഡിങ് ഫോട്ടോഷൂട്ട്, അതിനുള്ള ലൊക്കേഷൻ നോക്കുകയാ സുധീഷ് ഏട്ടൻ. ഇത് കേട്ട് നിധി ചോദിക്കുന്നു, ഓ നിന്റെ ചേട്ടന് ഇത്രയൊക്കെ ബോധമുണ്ടോ? നികേഷ് ചോദിക്കുന്നു, ഏട്ടത്തിയുടെ ഐഡിയ ആണെന്നാ ഞാൻ വിചാരിച്ചത്. അപ്പൊ നിധി പറയുന്നു, അല്ലടാ കല്യാണത്തിന് ഫോട്ടോ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞിരുന്നു, നല്ലൊരു ഫോട്ടോഗ്രാഫറെ വിളിക്കണമെന്നും ഏട്ടത്തിയുടെ കൂടെ ചേർന്ന് സുധീഷ് ഏട്ടന് നല്ല ബുദ്ധി വന്നു തുടങ്ങിയെന്ന് നികേഷ് പറയുമ്പോൾ പുഞ്ചിരിച്ച നിധി പറയുന്നു, ആയിരിക്കും. ഈ സമയം കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് സുഭാഷ് വാതിലിന്റെ അരികിൽ നിൽക്കുകയാണ്. ഇങ്ങോട്ട് വാ സുഭാഷ് ഏട്ടാ എന്ന് പറഞ്ഞ് ഹരീഷ് സുഭാഷിനെയും കൂടി എല്ലാവരുടെ അരികിലേക്ക് വരികയാണ്. എല്ലാവരും സന്തോഷത്തോടു കൂടി സുഭാഷിനെ നോക്കുമ്പോൾ നികേഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ സൂപ്പർ ആയിട്ടുണ്ട്. നിധി പറയണ, ഇത് ആരാണെന്ന് പോലും അറിയില്ലല്ലോ, സൂപ്പർ ആയിട്ടുണ്ട് സുഭാഷ് ഏട്ടാ. ചുമ്മാതെ പറയല്ലേ മോളേന്ന് സുഭാഷ് പറയുമ്പോൾ നിധി പറയണ, ചാന്ദിനി തന്നെ പറ, സുഭാഷ് ഏട്ടൻ എങ്ങനെയുണ്ട്? പുഞ്ചിരിച്ച ചാന്ദിനി പറയണ, ബഹുത്ത് അച്ഛ. അങ്ങനെ സുഭാഷിന്റെ കോട്ടിലൊക്കെ പിടിച്ച് സന്തോഷത്തോടു കൂടി സംസാരിക്കുകയാണ് ചാന്ദിനി. എല്ലാവരും പുഞ്ചിരിച്ച് അവരെ തന്നെ നോക്കി നിൽക്കുമ്പോൾ സുധീഷ് ഉറക്കെ ചോദിക്കുന്നു, സുഭാഷ് ഏട്ടാ റെഡിയായോ? റെഡിയാ, വാ സുഭാഷ് ഏട്ടാ എന്ന് പറഞ്ഞ് ഹരീഷും നികേഷും സുഭാഷിനെയും കൂട്ടി പുറത്തേക്ക് പോവുകയാണ്. നിധിയും ചാന്ദിനിയും പിന്നാലെ പോകുന്നു. ഭാസ്കരൻ സന്തോഷത്തോടു കൂടി അവരെ തന്നെ നോക്കുമ്പോൾ സുധീഷ് പറയണ, സുഭാഷ് ഏട്ടാ ഹീറോയെ പോലെ ഉണ്ടല്ലോ, സൂപ്പർ ചേട്ടാ ഫോട്ടോ എടുക്ക്. സുധീഷ് പറയുന്നു, സുഭാഷ് ഏട്ടാ പോസ് കൊടുത്ത് നിക്ക്. സുഭാഷ് കൈ കൂപ്പി നിൽക്കുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, സുഭാഷ് ഏട്ടാ എന്താ ഇത്, ഷർട്ടും മുണ്ടും അല്ലല്ലോ ഇട്ടിരിക്കുന്നേ, ഇങ്ങനെ നമസ്കാരം പറഞ്ഞു നിൽക്കാൻ നന്നായിട്ട് സ്റ്റൈലായിട്ട് പോസ് ചെയ്ത് നിൽക്ക്. എങ്ങനെ നിൽക്കണമെന്നൊക്കെ സുധീഷ് കാണിച്ചു കൊടുക്കുകയാണ്. അതുപോലെ സുഭാഷ് നിൽക്കുന്നു. ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുക്കുന്നു. സുഭാഷ് ചമ്മലോടുകൂടി നിധിയെയും ചാന്ദിനിയെയും നോക്കുന്നുണ്ട്. സുധീഷ് ചോദിക്കുന്നു, ചാന്ദിനി ഇതുവരെ റെഡി ആയില്ലേ? സുഭാഷ് എന്നെ കണ്ടില്ലേ, പോയി സാരിയൊക്കെ എടുത്തു വാ, സുഭാഷ് എന്നെ മാച്ച് ആകുന്നുണ്ടോ
എങ്ങനെയുണ്ടോ എന്ന് നോക്കട്ടെ. ഇത് കേട്ട് സുഭാഷ് പുഞ്ചിരിക്കുമ്പോൾ സുധീഷ് പറയണ, സുഭാഷ് ഏട്ടന് എല്ലാത്തിനും ചിരിയുന്നാണോ? നിധി പറയുന്നു, ചാന്ദിനി റൂമിലേക്ക് പൊയ്ക്കോ. ഇത് കേട്ട് ചാന്ദിനി അകത്തേക്ക് പോകുമ്പോൾ സുധീഷ് പറയണ, ചാന്ദിനി വരുന്നതിന് മുമ്പേ നമുക്ക് എല്ലാവർക്കും കൂടി ഒരു ഫോട്ടോ എടുക്കാം. അങ്ങനെ അവർ 4 പേരും കൂടി ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കുകയാണ്. ഇത് കണ്ട് സന്തോഷത്തോടു കൂടി നോക്കി നിൽക്കുകയാണ് നിധിയും ഭാസ്കരനും. നിധി നീയും വന്ന് സുധീഷ് പറയുമ്പോൾ നിധി ചോദിക്കണ, സുധീഷ് ഞാൻ എന്തിനാ? വാ മോളെന്ന് സുഭാഷ് പറയുമ്പോൾ ഭാസ്കരൻ പറയണം, മോളെ ഫോട്ടോയ്ക്കല്ലേ നിക്ക് വാന്ന് സുധീഷ് പറയുമ്പോൾ സുധീഷിന്റെ അരികിലേക്ക് വന്ന് നിൽക്കുകയാണ് നിധി. അവരെല്ലാവരും ചേർന്ന് നിന്ന് ഫോട്ടോ എടുക്കുകയും സുധീഷും നിധിയും കൂടിയുള്ള ഫോട്ടോസ് എടുക്കുകയുമാണ്. തുടർന്ന് സാരിയൊക്കെ എടുത്ത് നോർത്ത് ഇന്ത്യൻ സ്റ്റൈലിൽ അവിടേക്ക് വരികയാണ് ചാന്ദിനി. സുധീഷ് ഉറക്കെ പറയുന്നു, ചാന്ദിനി വന്ന് സുഭാഷിടാ. എല്ലാവരും തിരിഞ്ഞ് ചാന്ദിനിയെ നോക്കുകയാണ്. സുഭാഷ് കണ്ടെടുക്കാതെ ചാന്ദിനിയെ തന്നെ നോക്കി നിൽക്കുമ്പോൾ സുഭാഷിനെ നോക്കി പുഞ്ചിരിച്ച് അരികിലേക്ക് വരികയാണ് ചാന്ദിനി. എങ്ങനെയുണ്ടെന്ന് ചാന്ദിനി കണ്ടുകൊണ്ട് ചോദിക്കുമ്പോൾ നന്നായിട്ടുണ്ടെന്ന് പുഞ്ചിരിച്ച് തലയാട്ടുകയാണ് സുഭാഷ്. ഭാസ്കരനും നിധിയും സുധീഷും നികേഷും ഹരീഷും എല്ലാം പുഞ്ചിരിച്ച് അവരെ തന്നെ നോക്കി നിൽക്കുന്നു. സുധീഷ് പറയുന്നു, ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യാം. സുഭാഷേട്ടാ അടുത്തോട്ട് നിക്ക്, എന്തിനെങ്ങനെ ദൂരെ മാറി നിൽക്കുന്നത്? ചേർന്ന് നിക്ക്. ചാന്ദിനി പുഞ്ചിരിച്ച് നാണത്തോടു കൂടി കുരുങ്ങി നിൽക്കുമ്പോൾ സുഭാഷ് ചാന്ദിനിയുടെ അരികിലേക്ക് ചേർന്ന് നിൽക്കുകയാണ്. ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുക്കുന്നു. സുഭാഷേട്ടാ തോളിലേക്ക് കൈവയ്ക്കാനായി സുധീഷ് പറയുമ്പോൾ സുഭാഷ് തന്റെ തോളിലേക്ക് കൈവയ്ക്കുകയാണ്. ഇത് കണ്ട് തലയിൽ കൈവച്ച് നിൽക്കുകയാണ് ഹരീഷ്. സുധീഷ് പറയുന്നു, സുഭാഷേട്ടാ സുഭാഷേട്ടന്റെ തോളിലല്ല കൈവയ്ക്കാൻ പറഞ്ഞത്, ചാന്ദിനിയുടെ തോളിൽ കൈവയ്ക്കാനാ പറഞ്ഞത്. സുഭാഷ് മടിച്ചു നിൽക്കുമ്പോൾ സുഭാഷേട്ടാ ഇങ്ങനെയെന്ന് പറഞ്ഞ് നിധിയെ ചേർത്ത് പിടിക്കുകയാണ് സുധീഷ്. നിധി ഞെട്ടി സുധീഷിനെ നോക്കുമ്പോൾ എല്ലാവരും പുഞ്ചിരിച്ച് അവരെ നോക്കുകയാണ്. അങ്ങനെയാണോ എന്ന് ചോദിച്ച് സുഭാഷ് ചാന്ദിനിയെ ചേർത്ത് പിടിക്കുകയാണ്. നിധി ദേഷ്യത്തോടു കൂടി സുധീഷിനെ നോക്കുമ്പോൾ സുധീഷ് പറയണ, ഞാൻ അവർക്ക് പറഞ്ഞു കൊടുത്തതാ. സുഭാഷേട്ടാ ഇനി ഏണിന് കൈവച്ച് പോസി. സുഭാഷ് എണ്ണ് കൈവച്ച് പോസ് ചെയ്യുമ്പോൾ സുധീഷ് ചോദിക്കുന്നു, സുഭാഷൻ എന്താ പ്രഗ്നന്റ് ആണോ? ചാന്ദിനിയുടെ ഏണിൽ കൈവച്ച് നിൽക്കി സുഭാഷേട്ടാ. ഞാൻ സുഭാഷൻ എന്താ ചെയ്യേണ്ടത്? നാളെ കല്യാണോ? ഇതൊക്കെ ഇനി ഞാൻ വേണോ പറഞ്ഞുതരാൻ? അതൊന്നും ശരിയാകില്ലെന്ന് സുഭാഷ് പറയുമ്പോൾ സുധീഷ് പറയണ, സുഭാഷേട്ടാ ഒന്ന് സഹകരിക്ക്. ദേ ഇങ്ങനെ പോസ് ചെയ്തെന്ന് പറഞ്ഞ് നിധിയെ തന്റെ അരികിലേക്ക് ചേർത്ത് നിർത്തുകയാണ് സുധീഷ്. നിധി ഞെട്ടി സുധീഷിനെ നോക്കുമ്പോൾ ഹരീഷും നികേഷും ഭാസ്കരനും അവരെ നോക്കി തലയാട്ടുകയാണ്. എന്താ സുധീഷ് ഇതെന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയണ, ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്തതാ നിധി. കണ്ടില്ലേ സുഭാഷേട്ടന് പോസ് ചെയ്യാനൊന്നും അറിയില്ല. നമ്മൾ ചെയ്ത് കാണിച്ചാലല്ലേ സുഭാഷേട്ടന് മനസ്സിലാകൂ. പ്ലീസ് നിധി ഒന്ന് സഹകരിക്ക്. സുഭാഷേട്ടാ ഇങ്ങനെ ചേട്ടാ ഞങ്ങളുടെ കൂടി ഫോട്ടോ എടുത്തോണേ. സുധീഷ് എന്താ ഇതെന്ന് നിധി ചോദിക്കുമ്പോൾ നിധിയെ ചേർത്ത് പിടിച്ചോണ്ട് നിൽക്കുന്ന സുധീഷ് പറയുന്നത്, ദേ അങ്ങോട്ട് നോക്ക്. ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് മുഖത്തോട് മുഖം നോക്കുകയാണ് ഹരീഷും നികേഷും. ചാന്ദിനിയും സുഭാഷും ഭാസ്കരനും സന്തോഷത്തോടു കൂടി നിൽക്കുന്നു. സുധീഷ് ചോദിക്കുന്നു, ഹരീഷ് നീ എന്തിനാ ചിരിക്കുന്നത്? നീ ഒന്ന് സുഭാഷേട്ടന് പറഞ്ഞു കൊടുക്ക്. അപ്പൊ ഹരീഷ് പറയണ, സുഭാഷേട്ടാ സുധീഷേട്ടൻ പറഞ്ഞതുപോലെ ഏണ്ട് കൈവച്ച് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യ്. സുഭാഷ് ചമ്മലോടുകൂടി നിൽക്കുമ്പോൾ സുധീഷ് ചോദിക്കണേ, എന്താ സുഭാഷേട്ട ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? പോസ് ചെയ്യാൻ നിനക്ക് ഓക്കെ ആണോ എന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ ഓക്കെ ആണെന്ന് മൂളുകയാണ് ചാന്ദിനി. സുധീഷ് ചോദിക്കുന്നു, സുഭാഷേട്ടൻ എന്താ ചെയ്യുന്നത്? അപ്പൊ ഹരീഷ് പറയണ, സുഭാഷേട്ടൻ പെർമിഷൻ ചോദിച്ചതാ. സുധീഷ് ചോദിക്കുന്നു, പെർമിഷനോ? ഓക്കെ എന്ന് ചാന്ദിനി പറയുമ്പോൾ സുധീഷ് പറയുന്ന രീതിയിലൊക്കെ പോസ് ചെയ്യുകയാണ് സുഭാഷും ചാന്ദിനിയും. ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുക്കുമ്പോൾ ചാന്ദിനിയും സുഭാഷും പ്രണയത്തോടു കൂടി മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയാണ്. ഇത് കണ്ട് എല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി നിൽക്കുന്നു. തുടർന്ന് സുധീഷ് പറയുന്നു, നിധി നമുക്കൊരു ഫോട്ടോ എടുത്താലോ? സുഭാഷേട്ടനും ചാന്ദിനിയും ഡ്രസ്സ് മാറാൻ പോയിരിക്കുകയല്ലേ, എന്താ സുധീഷ് ഇതെന്ന് നിധി ചോദിക്കുമ്പോൾ സുധീഷ് പറയണ, ചുമ്മാ എടുക്കുന്നതല്ലേ നിധി, വാ വന്ന് നിക്ക്. ഇത് കിട്ടി നിധി സുധീഷിന്റെ അരികിലേക്ക് നിൽക്കുമ്പോൾ ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുക്കുകയാണ്. സുധീഷ് ബൈക്കിലേക്ക് ഇരിക്കുമ്പോൾ തോളിൽ കൈവച്ച് നിൽക്കുകയാണ് നിധി. സൂപ്പർ ആയിട്ടുണ്ടെന്ന് കൈകൊണ്ട് കാണിക്കുകയാണ് ഹരീഷ്. തുടർന്ന് നികേഷും ഹരീഷും അവരുടെ അരികിലേക്ക് വന്ന് നിൽക്കുന്നു. ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുക്കുകയാണ്. ഈ സമയം കേരള സ്റ്റൈലിൽ ഡ്രസ്സ് ധരിച്ച് അവിടേക്ക് വരികയാണ് സുഭാഷും ചാന്ദിനിയും. എല്ലാവരും കണ്ണെടുക്കാതെ അവരെ തന്നെ നോക്കി നിൽക്കുകയാണ്. ചാന്ദിനിയും മുല്ലപ്പൂ ഒക്കെ വെച്ച് പട്ടുസാരിയൊക്കെ എടുത്താണ് വന്നിരിക്കുന്നത്. സുഭാഷ് മുണ്ടും ഷർട്ടും. അവർ ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുകയാണ്. ബൈക്കിലിരിക്കുന്ന സുഭാഷിന്റെ തോളിലേക്ക് കൈവയ്ക്കുകയാണ് ചാന്ദിനി. ഈ സമയം അവിടേക്ക് വന്ന നീതു ചോദിക്കുന്നു, ഇവിടെ എന്താ നടക്കുന്നേ? അപ്പൊ നികേഷ് പറയുകയാണ്, പ്രീ വെഡിങ് ഫോട്ടോഷൂട്ട്. അപ്പൊ നീതു പറയുന്നു, ഓ സൂപ്പർ ചാന്ദിനി ചേച്ചി സാരി സൂപ്പർ ആയിട്ടുണ്ട്, താങ്ക് യു എന്ന് ചാന്ദിനി പറയുമ്പോൾ നീതു പറയണ, ആദ്യമായിട്ട് ഞങ്ങളുടെ നാട്ടിലെ ഡ്രസ്സിംഗ് സ്റ്റൈലിൽ കാണുന്നത്, സുന്ദരിയായിട്ടുണ്ട്, ബഹുത്ത് അച്ഛ. വാ നീതു എന്ന് ഹരീഷ് പറയുമ്പോൾ നീതു പറയണ, ഹരീഷ് നമുക്കും കൂടി ഒരു ഫോട്ടോ എടുക്കാം. ശരി വാ എടുക്കുക എന്ന് പറഞ്ഞ് സുഭാഷിന്റെയും ചാന്ദിനിയുടെയും അരികിലേക്ക് ചെല്ലുകയാണ് നീതുവും ഹരീഷും. നീതു ചോദിക്കുന്നു, ഞങ്ങളൊരു ഫോട്ടോ എടുത്തോട്ടെ? സുഭാഷ് പറയുന്നു, വാ മോളെ എടുത്തോ. ഹരീഷും നീതുവും സന്തോഷത്തോടു കൂടി ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുകയാണ്. ഇത് കണ്ട് ഭാസ്കരൻ പറയുകയാണ്, ഞാനും കൂടി നിൽക്കാം, എന്റെ ഫോട്ടോ കൂടി എടുക്ക്. നിങ്ങൾ മാത്രം ഫോട്ടോ എടുത്താൽ മതിയോ? എനിക്കും ഫോട്ടോ എടുക്കണ്ടേ? അങ്ങോട്ട് മാറി നിൽക്ക്. അപ്പൊ ഹരീഷ് പറയണ, നീതു നമുക്ക് പിന്നെ എടുക്കാം, ഇങ്ങനെ ചെയ്യുന്ന കോമഡി ആദ്യം നമുക്ക് കാണാം, പിണങ്ങല്ലേ, നമുക്ക് പിന്നെ എടുക്കാം. ഭാസ്കരൻ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്യുമ്പോൾ സുധീഷ് പറയുന്നു, എടുക്ക് ചേട്ടാ. തുടർന്ന് ഭാസ്കരൻ പറയണ, എല്ലാവരും വാ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുമിച്ച് എന്നൊരു ഫോട്ടോ എടുക്കാം. സുധീഷിനെ അരികിലേക്ക് വിളിച്ച ഫോട്ടോഗ്രാഫർ പറയുന്നു, സർ പ്രീ വെഡിങ് ഫോട്ടോഷൂട്ട് എന്ന് പറഞ്ഞിട്ട് ഇതിപ്പം കുടുംബമായിട്ടുള്ള ഫോട്ടോ എടുക്കുകയാണല്ലോ, ഇത് തന്നെ ഇപ്പം ഒരു ആൽബം ആക്കാം.
സുധീഷ് പറയണ ആയിക്കോട്ടെ ചേട്ടാ 1000 രൂപ കൂടുതൽ തരാം, ഓക്കെ ആണോ? അപ്പൊ ആ ചേട്ടൻ പറയണ 2000 രൂപ താ. സുധീഷ് പറയുന്നു 2000 രൂപയോ? ശരി ചേട്ടാ എടുക്ക്. അങ്ങനെ അവർ സന്തോഷത്തോടു കൂടി ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുകയാണ്. ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുക്കുന്നു. അവരെല്ലാവരും ചേർന്ന് നിന്ന് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യുകയാണ്. ഈ സീരിയലിന്റെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്